നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഡോക്ടർ, വേണമെങ്കിൽ ഇന്ന് തന്നെ സ്കാനിങ്ങിന്. അല്ല, ഇവളുടെ അവസ്ഥ കാണുന്നോണ്ട് പറയാ. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ഗുളിക കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. ഓ വരൂ. എനിക്കൊന്നുമില്ലെന്ന് തീരുമാനിക്കാൻ അവരാരാ? അവർക്ക് എന്റെ വേദന മനസ്സിലായിട്ടൊന്നുമില്ല. ഒന്ന് സമാധാനമായിട്ട് കിടക്കുമോളെ. മരുന്ന് ഇപ്പൊ തന്നെ വാങ്ങിക്കാൻ പറയാം. ഡോക്ടർ പറഞ്ഞ പോലെ 2 ദിവസം കഴിച്ചു നോക്ക്. പക്ഷെ ഡാഡി, എനിക്കിവളുടെ അവസ്ഥ കണ്ടിട്ട് ഇതത്ര നിസ്സാരമാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ വന്നുപോയ ഡോക്ടറേക്കാൾ വലിയ ആളാണോ നീ? അതല്ല ഡാഡി, എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, നമിത. അവളുടെ ചേച്ചിക്ക് മുൻപ് ഇതുപോലൊരു വേദനയും തളർച്ചയും വന്നു. കുറെ ഡോക്ടർമാർ നോക്കി, ഫലമൊന്നും കണ്ടില്ല. അവസാനം കാല് മുറിച്ച് കളയേണ്ടി വന്നു. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ പേടിപ്പിക്കണ കാര്യങ്ങളാ എടുത്തിടുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? വേദാമ്മത്തിന് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നല്ലേ, പെട്ടെന്നല്ലേ ഇങ്ങനെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ആ കയ്യില് വഴിപാട് കാശ് കെട്ടാൻ ഞാൻ കൊടുത്തത്. ചിലപ്പോ അത് നിഷേധിച്ചതിന്റെ പേരിലാണെങ്കിലോ? അത് നിഷേധിച്ചതിന്റെ പേരിലായാലെന്താ? നിന്റെ ദേവി ഇറങ്ങിയോ? ഇവളുടെ കൈ തളർത്തിയോ? ഇവള് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലല്ലേ അവൾക്ക് ആളാവാൻ പറ്റൂ. ഇന്ദ്രജ, നന്ദിനി പറഞ്ഞാലും കാര്യമുണ്ട്. ദൈവനിഷേധങ്ങളൊന്നും വെറുതെ അങ്ങ് കടന്നു പോവാറില്ല. വേദയ്ക്ക് അസുഖം വന്നപ്പോ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലായതാണല്ലോ. നന്ദിനി പറഞ്ഞ കാര്യത്തിന് എന്താ പരിഹാരം എന്ന് നമുക്ക് നോക്കാമെന്ന് തോന്നുന്നു. എനിക്കൊരു പരിഹാരം ചെയ്യണ്ട. ഇവളുടെ മന്ത്രവാദം ചരട് കെട്ടിട്ട് എനിക്കൊന്നും മാറണ്ട. ഒന്ന് പോകാൻ പറ അവളോട്. ദുരന്തങ്ങൾ നടക്കുന്നിടത്ത് കഴുകന്മാർ വരുന്ന ഒരു ശീലമുണ്ട്. ആരെങ്കിലും ചത്തോന്ന് അറിഞ്ഞിട്ട് കൊത്തി അങ്ങോട്ട് തിന്നാൻ. അതിനിറങ്ങിയതായിരിക്കും. മോളെ, നീ താഴത്തേക്ക് പോയിക്കോ. നിന്റെ വിശ്വാസങ്ങളൊക്കെ ഇവർക്ക് പരിഹാസമാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? ചെല്ല്. ഓരോ മണ്ടത്തരങ്ങള്. മണ്ടത്തരങ്ങളാണ്. നിന്നെ പ്രസവിക്കാൻ നിന്റെ മമ്മി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരുപക്ഷെ ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് അനക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പത്മയ്ക്ക് ഓർമ്മ കാണും. അന്ന് അച്ഛനമ്മമാരൊക്കെ പോയി ഏതോ ഒരു വലിയ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഒരു ചരട് ജപിച്ചുകൊണ്ട് വന്നു. അത് പത്മയുടെ കൈ കെട്ടി. ഒന്നും പറ്റാതെ നിന്നെ കൈ കിട്ടിയപ്പോ ആ ചരടിനെ കുറിച്ചും മന്ത്രത്തിനെ കുറിച്ചും ഒക്കെ നിന്റെ മമ്മിക്ക് വലിയ വിശ്വാസമായിരുന്നു. ഇപ്പൊ അതുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പൊ കാര്യം പറഞ്ഞത് നന്ദിനിയാണല്ലോ. ഇങ്ങനെ സത്യമാണോ മമ്മി?
മമ്മി അങ്ങനത്തെ ചരടൊക്കെ കെട്ടിയിട്ടുണ്ടോ? നീ ഒന്നും മിണ്ടായിരിക്കോ? എനിക്ക് വേദനിക്കുന്നു മമ്മി, വേദനിച്ചിട്ട് വയ്യ. അച്ഛൻ ഇപ്പം മരുന്ന് കൊണ്ടുവരും, അത് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. വേണ്ടത് എന്താന്ന് വെച്ചാ മമ്മി നോക്കിക്കോളാം. കിടക്ക്. അയ്യോ, എന്റെ പൊന്നു സൂര്യ, മദ്യപിക്കുന്ന ഒരാള് മദ്യപിക്കാൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ മദ്യപിക്കാനുള്ളൊരു സുഖമുണ്ടല്ലോ, അത് ഗംഭീരമാണ്. എന്നാലും നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. മുൻപ് ആരതി വഴക്ക് പറയുന്നു പറഞ്ഞ് ഞാൻ മാറിയിരിക്കുന്ന സമയത്ത് നീ എന്താ പറയാറ്? എടാ, നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പെണ്ണുങ്ങളല്ല, നമ്മൾ തന്നെയാണെന്നല്ലേ? എന്നിട്ട് നിനക്കെന്ത് പറ്റി? എടാ, നന്ദിനി വഴക്ക് പറയുന്ന കരുതിയല്ലേ നീ കുടിക്കാതിരിക്കുന്നത്? ഇതാ പറയുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഒരിക്കലും പാമ്പായിട്ട് അത് നമ്മളെ തന്നെ കൊത്തുവന്ന്. ആരെ നിന്നോട് കുടിക്കരുതെന്നല്ലേ പറഞ്ഞോളൂ? നീ കുടിച്ചോ ഒപ്പം കുടിക്കുന്നു പറഞ്ഞോ? എടാ, ഇത് ഒപ്പം കുടിക്കുന്നു തന്നെ വാശി പിടിച്ചിരിക്കുക. മാത്രമല്ല, അയാൾ കുപ്പി എടുക്കുന്ന സ്റ്റൈലും സംസാര രീതിയൊക്കെ വെച്ച് നോക്കിയാ ഇനി കുടിച്ചാ അയാളും കുടിക്കും, ഉറപ്പാ. അതൊക്കെ ചുമ്മാ വരട്ടാൻ പറയുന്നല്ലേ. ആ എടാ, നന്ദിനിയുടെ കാര്യം നിനക്കറിയാവുന്നല്ലേ? ഒരു കാര്യത്തിന് വാശി തോന്നിയാ പിന്നെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പോ നീ ഇങ്ങനെ ഇവിടെ ഇരി. എന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ബാലയ്ക്ക് വരെയും വേണ്ട, കുടിക്കുകയും വേണ്ട. എന്തായാലും നീയായിട്ട് നിർബന്ധിച്ച് എന്നെ ഒരു കുടിയനാക്കി. ഞാൻ കുടിച്ചോളാം. ഉള്ള കാര്യം പറയാലോ,